Hi besties, welcome to my channel. എൻ്റെ പേര് ഷിൻഷ. നമ്മുടെ ചാനലിൻ്റെ പേര് ഷിൻസ് ക്രിയേറ്റീവ് ബ്യൂട്ടി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചാനലിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു മാഗ്നറ്റിക് നെയിൽസിൻ്റെ ഡിസൈനാണ്. മാഗ്നറ്റിക് നെയിൽ പോളിഷ് യൂസ് ചെയ്തിട്ട് മാഗ്നറ്റിക് ട്വിസ്റ്റ് എന്നാണ് പറയുന്നത്. ഇതിങ്ങനെ ഒരു ബോക്സിൽ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനലിലെ അംഗങ്ങളാവാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ കാണാം. ആ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് നോക്കാം. ഈ ബോക്സിനകത്ത് ആദ്യം ഒരു നെയിലിൻ്റെ ഷേപ്പിൽ തന്നെ ഒരു മാഗ്നറ്റിക് പീസ് ഉണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡ് മാഗ്നറ്റ് ആണ്, ഇവിടെ വരുന്നത് മാഗ്നറ്റ് ആണ്. അപ്പോൾ ഈ മാഗ്നറ്റ് വെച്ചിട്ടാണ് നമ്മൾ മാഗ്നറ്റിക് ഡിസൈൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഇവിടെ കാണുന്ന പോലത്തെ ഡിസൈനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു യൂസർ മാനുവൽ ഉണ്ട്. നമ്മൾ നെയിൽസ് എങ്ങനെയെല്ലാം ചെയ്യണം, നെയിൽസ് എങ്ങനെ ഫിക്സ് ചെയ്യണം, അതുപോലെ ഇതെങ്ങനെ വെക്കണം, അതെല്ലാം കാണിക്കുന്ന ഒരു യൂസർ മാനുവലാണിത്. നെയിൽ പോളിഷ് വരുന്നത് ഇതിനകത്ത് മാഗ്നറ്റ് ഉണ്ട്. ഈ മാഗ്നറ്റിക് ട്വിസ്റ്റിന് സെയിം ഈ മാഗ്നറ്റിൻ്റെ നെയിൽ പോളിഷ് തന്നെ യൂസ് ചെയ്യണം. വേറെ ഒന്നും നമുക്ക് യൂസ് ചെയ്താലേ ശരിയാവില്ല. കാരണം ഇതിനകത്ത് മാഗ്നറ്റിൻ്റെ പൗഡർ ഉള്ളതാണ് ഈ നെയിൽ പോളിഷിനകത്ത്. അപ്പോൾ ഇതൊരു ഗ്രേ കളറിലാണ് വരുന്നത്. ഒരു ഷിമ്മറി ഷെയ്ഡാണ് ഇതിനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഇന്നത്തെ മാഗ്നറ്റിക് നെയിൽസിൻ്റെ ലുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഈ നെയിൽ പോളിഷ് ഒന്ന് ഷെയ്ക്ക് ചെയ്യുക, കാരണം ഇതിൽ മാഗ്നറ്റിക് പൗഡർ ഉണ്ട്. അപ്പോൾ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യുക. ഇനി ഫസ്റ്റ് നെയിൽസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇച്ചിരി തിക്കായി തന്നെ അപ്ലൈ ചെയ്യണം, എന്നാലാണ് നമുക്ക് ഈ മാഗ്നറ്റ് വെച്ചിട്ട് ആ മാഗ്നറ്റിക് എഫക്റ്റ് നമ്മുടെ നെയിൽസിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഫസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം വീണ്ടും ഒരു കോട്ട് കൂടെ നമ്മൾ അപ്ലൈ ചെയ്യുക. കുറച്ച് തിക്കായിരിക്കണം. ഓക്കെ, എക്സസ് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്നൊരു ക്യൂട്ടിപ്പ് വെച്ചിട്ട് ക്ലീൻ ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ മാഗ്നറ്റിക് ട്വിസ്റ്റിൻ്റെ മാഗ്നറ്റ് പീസ് എടുക്കുക. ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് ഉണ്ടാവുക. നമ്മളിതിൻ്റെ ഉള്ളിലല്ല വിരൽ കയറ്റി വെക്കേണ്ടത്. ഇത് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ മുകളിൽ ഇങ്ങനെ വെക്കുകയാണ്. നെയിൽസ് ഇങ്ങനെ പിടിച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ പിടിച്ചാൽ മതി. ടച്ച് ചെയ്യാതെ പിടിക്കണം. സോറി, ബാറ്ററി ലോ ആയത്. ടച്ച് ചെയ്യാതെ പിടിക്കണം. അപ്പോൾ കണ്ടല്ലേ നമ്മുടെ നെയിൽസിൽ ഒരു എഫക്റ്റ് വന്നത്. ഇനി അടുത്ത നെയിൽസിൽ ചെയ്യാം നമുക്ക്. നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യാനായിട്ട്. അതിനുശേഷം ഇതെടുത്തിട്ട് ഈ നോബിൽ നമ്മൾ ടച്ച് ചെയ്യണം. ഇവിടെ ഒരു ഇത് കാണുന്നില്ലേ, ഇവിടെ ടച്ച് ചെയ്യണം. ഇവിടെ ഒന്നും ടച്ച് ചെയ്യാതെ വേണം പിടിക്കാൻ. ഇങ്ങനെ പിടിച്ചൊരു 10 സെക്കൻഡ്സ് ഇങ്ങനെ പിടിച്ചാൽ മതിയാവും. എൻ്റെ കൈ ഷിവർ ചെയ്യുന്നുണ്ട്. ഒരു 10 സെക്കൻഡ്സ് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നെയിൽസിൽ ആ ഡിസൈൻ വന്ന് കാണും. ഓക്കെ, അങ്ങനെ നമുക്ക് എല്ലാ നെയിൽസിലും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ നെയിൽസിലും ഇത് വെച്ചിട്ട് നമ്മൾ നെയിൽ ഇനാമൽ വെച്ചിട്ട് നമ്മൾ നെയിൽസിലെല്ലാം ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. ഓക്കെ, എല്ലാ നെയിൽസിലും ഒരു ഡിസൈൻ വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ നെയിൽ ഇനാമൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് മേടിച്ച് നോക്കുക. ഇത് നമുക്ക് ആമസോണിലും കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ക്ലബ് ഫാക്ടറിയിൽ നമുക്കിത് അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ www.flormar.com പോയി കഴിഞ്ഞാൽ നമുക്കിത് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് വാങ്ങി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ, ടേക്ക് കെയർ.